ഒട്ടിച്ച സ്റ്റാമ്പ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന സ്റ്റാമ്പുകളാണ്. ഇത് തന്നെ 4 ഉണ്ട്. ഇത് 3-4 ബാഗായിട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതായത് ഒരു ബോക്സിൽ കൂടുതൽ സ്റ്റാമ്പ്. ഞാൻ PP ഗോവിന്ദൻ, ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു പേഴ്സണൽ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമ്പ് കളക്ഷൻ. ഞാൻ SSLC പഠിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാമ്പ് കളക്ഷൻ നടത്തി വരികയായിരുന്നു. അത് ഉദാഹരണത്തിന് ഈ ബാലമേൽ 1990 ഒക്ടോബർ 1 പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റാമ്പ് ശേഖരണം എന്നുള്ള ഒരു സപ്ലിമെൻ്റാണ് ഈ കാണുന്നത്. ഇതിൽ കൊച്ചിൻ അഞ്ചൽ സ്റ്റാമ്പിനെ പറ്റി പ്രത്യേകിച്ച് ഒരു പേജിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സ്റ്റാമ്പുകളൊക്കെ ഞാനിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കളക്ഷനിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാമ്പുകളായിട്ട് ഈ അഞ്ചൽ സ്റ്റാമ്പ് സ്ഥിതി ചെയ്യുന്നു. 1790 തന്നെ തിരുവനന്തപുരം മുതൽ പറവൂർ വരെ അഞ്ചൽ സർവീസ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അഞ്ചൽ സർവീസ് ഉണ്ടായിരുന്നു. മേൽ ചാരിപ്പുകാരൻ എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത് നോക്കി നടത്തിയിരുന്നത്. എങ്കിലും സാധാരണക്കാരുടെ കത്തുകൾ കൊണ്ടുപോകാൻ തുടങ്ങിയത് 1860 മാത്രമാണ്. വൈകാതെ 1888 ആദ്യത്തെ അഞ്ചൽ സ്റ്റാമ്പുകളും നിലവിൽ വന്നു. തിരുവിതാംകൂർ രാജകീയ മുദ്രയായ ശംഖായിരുന്നു അതിൽ അച്ചടിച്ചിരുന്നത്. ഒരു ചക്രം, 2 ചക്രം, 4 ചക്രം എന്നിങ്ങനെയായിരുന്നു അവയുടെ വില. ഏറ്റവും രസകരമായ കാര്യം, അയക്കുന്നവർ തന്നെയാണ് അതിൽ ക്യാൻസലേഷൻ സീൽ അടിച്ചിരുന്നത് എന്നതാണ്. സ്റ്റാമ്പിൻ്റെ കാൽഭാഗത്തോളം പേന കൊണ്ടോ സ്വന്തം പേരെഴുതിയ സീല് കൊണ്ടോ മുദ്ര വയ്ക്കുകയായിരുന്നു ഇത്. അതേ വർഷം തന്നെ തിരുവിതാംകൂർ പലയിടത്തും അഞ്ചൽ കാർഡുകളും അഞ്ചൽ പെട്ടികളും നിലവിൽ വന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ അഞ്ചൽ സമ്പ്രദായവും മറ്റും നിന്നുപോയി. പകരം ഇന്ത്യയിലെമ്പാടും ഒരേ രീതിയിലുള്ള പോസ്റ്റൽ സർവീസ് നിലവിൽ വന്നു. ഇതിലുള്ള കുറച്ച് സ്റ്റാമ്പുകളൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിൽ പെട്ട പ്രധാന സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ ഇപ്പം വളരെ കൂടുതൽ ആയിട്ട് കയ്യിലുണ്ടോ? സ്റ്റാമ്പ് കളക്ഷൻ ധാരാളം ഉണ്ട്. ആൽബങ്ങൾ ധാരാളം ഞാൻ ആൽബങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ US സ്റ്റാമ്പുകളും മറ്റുള്ള കൺട്രികളെ, പ്രത്യേകിച്ചും ദുബായ്, ഗൾഫ് കൺട്രീസിലെ എല്ലാ സ്റ്റാമ്പുകളും എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 10-25,000 സ്റ്റാമ്പുകൾ എൻ്റെ കളക്ഷനിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം 1890, 1900 താഴെയുള്ള കൊച്ചിൻ അഞ്ചൽ സ്റ്റാമ്പ് കാണുന്നില്ലേ? കൊച്ചിൻ, ശരി, ട്രാവൻകൂർ കൊച്ചിൻ അഞ്ചൽ, ട്രാവൻകൂർ കൊച്ചിൻ അഞ്ചൽ.
ഈ സ്റ്റാമ്പ് കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ അതൊരു ഭ്രാന്തൻ ഏർപ്പാടാണെന്ന് പറയാറുണ്ട്. ഇതിന് ബുദ്ധിമുട്ടിയിട്ട് ഇത്ര കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു ഫിലാറ്റലിൻ്റെ ഹോബിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അങ്ങനെ തുടർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു അന്യം നിന്ന് പോകുന്ന ഒരു ഹോബിയായിട്ടാണ് പലരും ചിത്രീകരിക്കപ്പെടുന്നത്. താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മൊബൈൽ യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെയേ ഉള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ മെയിൻ ഹോബിയാണ് സ്റ്റാമ്പ് കളക്ഷൻ. ഞാൻ വന്നപ്പോഴേ കാണുന്നുണ്ട് ഇത്. എനിക്ക് കഴിയാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റോട് ചെയ്യുന്നുണ്ട് ഇത്. സ്റ്റാമ്പ് കളക്ഷൻ കൂടാതെ കോയിൻ കളക്ഷനും എൻ്റെ ഒരു ഹോബിയായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ധാരാളം കോയിൻസും എൻ്റെ ശേഖരത്തിൽ ഇരിപ്പുണ്ട്. കാനഡ, USA, മറ്റുള്ള ഗൾഫ് കൺട്രീസ്, ഇന്ത്യൻ ഓൾഡ് കോയിൻസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകളും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് എനിക്ക് അതിന് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് മുമ്പത്തെ തലമുറയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്നുള്ള ഈ ഫിലാറ്റലി എന്ന് പറയുന്ന ഈ ഒരു അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും അത് കളക്ട് ചെയ്യാനുമുള്ള കൂടുതൽ താല്പര്യം കാണുന്നില്ല. ഇതൊക്കെ കളക്ട് ചെയ്ത് ഒട്ടിച്ച ആൽബം കാണുമ്പോൾ അവരും ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാന്ന് വെച്ചാൽ ഇത് പുതിയ തലമുറയിൽ ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അനുജൻ്റെ കൊച്ചുമോള്, US-ലുള്ള കൊച്ചുമോള് പ്രത്യേകിച്ച് സ്റ്റാമ്പ് ആൽബം അത് വാങ്ങിച്ചിട്ട് ധാരാളം സ്റ്റാമ്പ് കളക്ഷൻ മോള് നടത്തുന്നതായി കണ്ട് ഞാനും കുറച്ച് കളക്ഷൻ അവൾക്ക് കൊടുക്കുകയുണ്ടായി. അതെനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്നി. അവൾക്ക് ഇങ്ങനെ പുതിയ തലമുറയിൽ ഇങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത് വളരെ പ്രശംസനീയമാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ തലമുറയ്ക്ക് ഇത് കൂടുതൽ ഒരു അറിവില്ലാത്ത ഒരു ഫീൽഡായിട്ട് മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ കത്തുകൾ, സ്റ്റാമ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് അയക്കുന്ന പ്രവണതയില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ സെക്കൻഡ് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഈ കാലത്ത് അതിനുള്ള സാഹചര്യവും കുറവാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറകളും അതിനകത്ത് കൂടുതൽ താല്പര്യം എടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും അവർ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയത്.